എടിയാ കത്രിക ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടല്ലോ അത് മതിയാ കല്യാണം കൊളാവാൻ. കാരണം ഇതാണ്, സത്യത്തിൽ നിങ്ങൾ അവളുടെ തലച്ചോറ് വെറുതെ വാടകയ്ക്ക് എടുക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നു, മോളെ ആ കത്രിക ഇവിടെ. കേൾക്കുമ്പോൾ വെറും ഒരു സാധാരണ ചോദ്യം, പക്ഷേ ഇതിന് വലിയ ഒരു കുഴപ്പം പിടിച്ച രീതിയുണ്ട്. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം? നിങ്ങൾ സ്വന്തമായി ഓർക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പെണ്ണിന് നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാണ്. അതായത് നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ അവളെ ഒരു ഗൂഗിൾ സെർച്ച് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും വിവരങ്ങൾ താങ്ങാൻ ഗൂഗിൾ സെർച്ചിന് ഒരുപാട് സെർവറുകളുണ്ട്. നിങ്ങളുടെ ഭാര്യക്കാകെ ഒരൊറ്റ തലച്ചോറ് മാത്രമേ ഉള്ളൂ. ആ സെർവർ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ തലയിൽ വെച്ചാൽ ഒരു ദിവസം ക്രാഷ് ആവും, അവളുടെ കിളി പോവും. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ നിങ്ങളുടെ ഈ സ്വഭാവം വെറും മടി മാത്രമല്ല, അതൊരു തരം മണിപ്പുലേഷൻ ആണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെങ്കിൽ കൂടി. എന്താണ് അശ്വിൻ ബ്രോ വെറും ഒരു കത്രികയുടെ കാര്യമില്ല, ഇതെങ്ങനെ മണിപ്പുലേഷൻ ആവുന്നത്? പറയാം. ഒരുപാട് ആളുകൾ ഇപ്പം മറന്നു പോവുക, ഒന്നും അറിയില്ല എന്ന മട്ടിൽ പെരുമാറുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാരണം ഭാര്യമാരെ തന്നെ ഇടപെട്ട് ആ കാര്യം അവർക്ക് വേണ്ടി അങ്ങ് ചെയ്യും. അപ്പൊ സ്വന്തം തലച്ചോറ് ഒട്ടും ഉപയോഗിക്കണ്ടല്ലോ, അതൊരു എളുപ്പപ്പണിയാണ്. അവളെ കൊണ്ട് പണിയെടുപ്പിക്കുക. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ അവളുടെ എനർജി കുറേശ്ശെ ഊറ്റിയെടുക്കുകയാണ്. ആണുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രശ്നം കത്രികയല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിന്റെ മൊത്തം മാപ്പും അവളുടെ തലയിൽ ഇരിക്കണം എന്നതും ആ കുടുംബത്തിന്റെ മൊത്തം മെന്റൽ ലോഡ് അവൾ ഒറ്റയ്ക്ക് താങ്ങണം എന്നതുമാണ്. കാരണം നിങ്ങൾ അവിടെ ഇല്ല, മനസ്സുകൊണ്ട് നിങ്ങൾ കൂടിയില്ല. സാധനങ്ങൾ എവിടെയല്ലേ എന്ന് പഠിക്കാൻ നോക്കി. എടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കാൻ ശീലിക്കുക. സ്വന്തം തലച്ചോറ് അതിനുവേണ്ടി ഉപയോഗിക്കുക.